എല്ലാവർക്കും നമസ്കാരം. കൊട്ടപ്പടി റെസിപ്പി, എത്ര വർഷം തന്നാലും തീരാത്തത്രയും റെസിപ്പി. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കാറില്ലേ, ഇങ്ങനെ ഇത് എന്നാ തള്ളാണോ എന്ന്? ഞാൻ പറഞ്ഞില്ലേ, 20 വർഷത്തിന് മേലെയായി പല പല കമ്പനികളിലായിട്ട് ഞാൻ ഈ ബേക്കിങ്ങിൽ തുടരുന്നു. ഓരോ കമ്പനികളിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ഓരോ ഷെഫുമാരുടെയും റെസിപ്പികൾ ഞാൻ വളരെ ആർത്തിയോടെ കണ്ടെത്തുകയും അതെല്ലാം ഒരു ബുക്കിലേക്കാക്കി ഓരോരോ കമ്പനി ചെല്ലുമ്പോഴും ഓരോരോ റെസിപ്പി ബുക്കുകളാക്കി അത് കളക്ട് ചെയ്ത് വേദഗ്രന്ഥം പോലെ സൂക്ഷിക്കാറുമുണ്ട്. അതുകൂടാതെ നിങ്ങൾ കണ്ടില്ലേ, ഇത്രമാത്രം വിദേശ ഷെഫുമാരുടെ റെസിപ്പികൾ എൻ്റെ കൈവശമുണ്ട്. ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വിദേശ ഷെഫുമാരുടെ റെസിപ്പി ബുക്കുകൾ ഇത് ആയിരക്കണക്കിന് രൂപ വരുന്ന ബുക്കുകളാണ്. അപ്പം ഇതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഒരു മറയുമില്ലാതെ എത്തിക്കുന്നത്. വിദേശ ഷെഫ്മാരുടെ റെസിപ്പി ആയതിനാൽ തന്നെ ഇതിനകത്തുള്ള പല ഇൻഗ്രീഡിയൻസും നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ കിട്ടുന്നതായിരിക്കില്ല. അപ്പം അത് കണ്ടെത്തി അതിന് പകരമുള്ള എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണോ അത് കേരളത്തിലെ മാർക്കറ്റിൽ നിന്ന് കണ്ടെത്തി അത് ട്രൈ ചെയ്ത് സക്സസ് ആണെങ്കിൽ മാത്രമേ അതെൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടാറുള്ളൂ. അതായത് സാധാരണക്കാർക്കും അത് ഫോളോ ചെയ്ത് സക്സസ് ആക്കാവുന്ന റെസിപ്പികളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇത്രയും റെസിപ്പി ബുക്കുകൾ എനിക്ക് കിട്ടാൻ ഒരു കാരണക്കാരനുണ്ട്. എന്നെ ആദ്യമായിട്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ എത്തിച്ച, ദുബായിലെ ഒരു വേൾഡ് ലീഡിംഗ് ഹോട്ടലിലെ ഒരു കിച്ചണിലേക്ക് എന്നെ എത്തിച്ച ഒരു പേസ്ട്രി ഷെഫ് ഉണ്ടായിരുന്നു, പിറവങ്കാരൻ ജിൻഡോമോൻ ഷെഫ്. അദ്ദേഹം ന്യൂസിലൻഡുകാരനായി അങ്ങോട്ടേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് സമ്പാദ്യമായിരുന്ന ഇത്രയും റെസിപ്പി ബുക്കുകൾ എനിക്ക് തന്നിട്ടാണ് പോയത്. അപ്പം ഇത്രത്തോളം റെസിപ്പികൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം എൻ്റെ കൂടുതൽ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജുകൾ ഫോളോ ചെയ്യാനും ഓർക്കുമല്ലോ. എല്ലാവരിലേക്കും സന്തോഷം നിറയട്ടെ. ഒത്തിരി സന്തോഷത്തോടെ, ഷെഫ് എമിൽ ഫിലിപ്പ്.